ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡൈൻ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാംഗോ പുഡിംഗാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 മാമ്പഴത്തിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചു വെച്ചിട്ടുള്ള പൾപ്പാണിത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, ആവശ്യത്തിനുള്ള പഞ്ചസാര, ജലാറ്റിൻ സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യമായിട്ട് നമുക്ക് ജലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്യണം. ഇവിടെ ഞാൻ പ്ലെയിൻ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. ജലാറ്റിൻ സോക്ക് ചെയ്യാനായിട്ട് ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോർമൽ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 2 ടീസ്പൂൺ ജലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പൾപ്പിൻ്റെ അളവിനനുസരിച്ച് ജലാറ്റിൻ്റെ അളവിലും ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇനി ഈ ജലാറ്റിൻ നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഈ മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാനായി ശ്രദ്ധിക്കണേ. മാംഗോ പൾപ്പ് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യം 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജലാറ്റിൻ ഇവിടെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ജലാറ്റിൻ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുകയാണ്. മാംഗോ പൾപ്പ് ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരം കൈ എടുക്കാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാനായി ശ്രദ്ധിക്കണേ. ഈ സമയത്ത് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെടുക്കുന്ന മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിലും ചെറിയ മാറ്റങ്ങൾ വരും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ജലാറ്റിൻ ഇതിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലോട്ട് മാറ്റാം. ഇവിടെ ഞാൻ 3 ബൗളുകളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബൗളുകളിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം വേണം പുഡിങ് ഫ്രിഡ്ജിലോട്ട് മാറ്റാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ നേരം ഇത് സെറ്റ് ആവാനായിട്ട് എടുക്കും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 5 മണിക്കൂർ നേരമാണ് എനിക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.